പശ്ചിമേഷ്യയിലെ സംഘർഷം മുറുകുകയാണ്. ഹോർമുസ് കടലിടുക്ക് തുറന്നില്ലെങ്കിൽ ഇറാനെ ആക്രമിക്കുമെന്ന അമേരിക്കയുടെ ഭീഷണിക്ക് പിന്നാലെ ഭൂഗർഭ അറകളിൽ സജ്ജീകരിച്ചിരിക്കുന്ന മിസൈലുകളുടെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഇറാൻ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ IRIB ആണ് ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. ഭൂഗർഭ താവളങ്ങളിൽ അതീവ സുരക്ഷയോടെ സൂക്ഷിച്ചിരിക്കുന്ന മിസൈലുകളുടെ വൻ ശേഖരമാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടത്. ഇറാന്റെ മിസൈൽ ശേഷി തകർത്തെന്ന് അമേരിക്കയും ഇസ്രയേലും അവകാശപ്പെടുമ്പോഴാണ് വെല്ലുവിളിയുമായി ഇറാൻ രംഗത്തെത്തിയത്. ഇപ്പോൾ പുറത്തുവിട്ടത് ഇറാന്റെ ആയുധശേഖരത്തിന്റെ മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണെന്നും ഇതിനും വലിയ ശേഖരം ഇനിയും വെളിപ്പെടുത്താനുണ്ടെന്നുമാണ് IRIB റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതോടെ ഇറാന്റെ മിസൈൽ ശേഖരം വലിയ തോതിൽ നശിപ്പിച്ചെന്ന അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും വാദങ്ങളെ ദൃശ്യങ്ങൾ തള്ളിക്കളയുകയാണ്. ഹോർമുസ് കടലിടുക്ക് ഇറാൻ തടസ്സപ്പെടുത്തിയാൽ ഇറാന്റെ പവർ പ്ലാന്റുകൾ തകർക്കുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ശക്തമായ പ്രത്യാക്രമണ ഭീഷണിയുമായി ഇറാൻ രംഗത്തെത്തിയത്. അമേരിക്കൻ ഭീഷണി നടപ്പിലാക്കിയാൽ ഗൾഫ് രാജ്യങ്ങളിലെ ഊർജ്ജജല വിതരണ ശൃംഖലകൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി. ഗൾഫ് മേഖലയിലെ നിർണായകമായ ഇൻഫ്രാസ്ട്രക്ചറുകളെ തകർക്കാൻ തക്ക ശേഷിയുള്ള മിസൈലുകളാണ് തങ്ങളുടെ പക്കലുള്ളതെന്നും ഇറാൻ അവകാശപ്പെട്ടു. രാജ്യത്തെ വീടുകൾ ഇരുട്ടിലായാൽ ഇസ്രയേലിലെ എല്ലാ ഊർജ്ജ ആശയവിനിമയ അടിസ്ഥാന സൗകര്യങ്ങളെയും മേഖലയിലെ US-ന്റെ സഹായികളുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെയും ആക്രമണമുണ്ടാകുമെന്നും സൈന്യം നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. യുദ്ധം രൂക്ഷമാകുന്നതിനിടെ ഇസ്രയേലിലെ തന്ത്രപ്രധാന ആണവ കേന്ദ്രം ലക്ഷ്യമാക്കി ഇറാൻ മിസൈൽ ആക്രമണവും നടത്തിയിരുന്നു. ഇസ്രയേലിലെ തെക്കൻ നഗരമായ ഡിമോണയിലെ ഷിമോൻ പെറാസ് നെഗേവ് എന്ന ആണവ ഗവേഷണ കേന്ദ്രം ലക്ഷ്യമാക്കിയായിരുന്നു ഇറാന്റെ ആക്രമണം. ഡിമോണയിലുള്ള ജനവാസ മേഖലയിലാണ് മിസൈൽ പതിച്ചത്. 200ഓളം പേർക്ക് പരിക്കേറ്റതായി ഇസ്രയേൽ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ആക്രമണങ്ങളിൽ റെസിഡൻഷ്യൽ കെട്ടിടങ്ങളുടെ മുൻഭാഗങ്ങൾ തകരുകയും നിലത്ത് ഗർത്തങ്ങൾ രൂപപ്പെടുകയും ചെയ്തതായി വാർത്താ AFP റിപ്പോർട്ട് ചെയ്തു. ഡിമോണയിലും അരാദിലും വിക്ഷേപിച്ച ഇന്റർസെപ്റ്ററുകൾ ഭീഷണികളെ നേരിടുന്നതിൽ പരാജയപ്പെട്ടുവെന്നും അതിന്റെ ഫലമായി ബലിസ്റ്റിക് മിസൈലുകൾ നേരിട്ട് 2 തവണ താഴേക്ക് പതിച്ചതായും അഗ്നിശമന സേനാംഗങ്ങളെ ഉദ്ധരിച്ച് AFP റിപ്പോർട്ട് ചെയ്തിരുന്നു. മേഖലയിലെ സംഘർഷം പുതിയ തലത്തിലേക്ക് കടന്നതോടെ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില വർദ്ധിപ്പിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്തുന്നത് ആഗോള സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്നതുമാണ്. അമേരിക്കയുടെ നീക്കങ്ങളെ പ്രതിരോധിക്കാൻ മിസൈൽ സജ്ജമാണെന്ന് ഇറാന്റെ പ്രഖ്യാപനം ഗൾഫ് മേഖലയെ അതീവ ജാഗ്രതയിലാക്കിയിരിക്കുകയുമാണ്. വരും ദിവസങ്ങളിൽ അന്താരാഷ്ട്ര തലത്തിൽ നയതന്ത്ര ചർച്ചകൾ ഊർജിതമായേക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അതേസമയം രാജ്യത്തുടനീളം US-ഇസ്രയേൽ ആക്രമണങ്ങളിൽ 210 കുട്ടികൾ കൊല്ലപ്പെട്ടതായി ഇറാൻ ആരോഗ്യ മന്ത്രി അറിയിച്ചു. 1510-ലധികം കുട്ടികൾക്ക് പരിക്കേറ്റതായും അദ്ദേഹം പറഞ്ഞു. ഞായറാഴ്ച ഒരു ആശുപത്രി സന്ദർശനത്തിനിടെ നടന്ന പത്രസമ്മേളനത്തിലായിരുന്നു ആരോഗ്യമന്ത്രി മുഹമ്മദ് തെസാ സഫഖന്തി ഇക്കാര്യം പറഞ്ഞത്. ആക്രമണത്തിന്റെ ആഘാതം യുദ്ധക്കളത്തിൽ പുറത്തേക്ക് വ്യാപിപ്പിക്കുന്നുവെന്നും സാധാരണക്കാരായ സ്ത്രീകളെയും കുട്ടികളെയുമാണ് ഇത് ബാധിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഫെബ്രുവരി 28-ന് യുദ്ധം ആരംഭിച്ചതിനു ശേഷം ആശുപത്രികളും അടിയന്തര കേന്ദ്രങ്ങളും ഉൾപ്പെടെ ഏകദേശം 300 മെഡിക്കൽ സൗകര്യങ്ങൾക്ക് കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നും ആരോഗ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ഏകദേശം 30ഓളം ആംബുലൻസുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചുവെന്നും ഇത് ജീവൻ രക്ഷാ സംവിധാനങ്ങളെ ബാധിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. നിലവിലെ പ്രതിസന്ധിയും യുദ്ധ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നിട്ടും ആരോഗ്യ സംരക്ഷണ സംവിധാനം ഫലപ്രദമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് മന്ത്രി പൊതുജനങ്ങൾക്ക് ഉറപ്പ് നൽകി. യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പല രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇറാൻ തങ്ങളുടെ പതിവ് വൈദ്യപരിചരണം, കുട്ടികൾക്കുള്ള വാക്സിനേഷൻ, അടിയന്തര സേവനങ്ങൾ എന്നിവ ഇപ്പോഴും ലഭ്യമാക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇറാനെതിരായ US-ഇസ്രയേൽ സംയുക്ത ആക്രമണത്തിൽ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി ഉൾപ്പെടെ നിരവധി നേതാക്കളാണ് കൊല്ലപ്പെട്ടത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.